പാണ്ടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയ്ക്കിടെ ഉളിയന്നൂർ പെരുന്തച്ചൻ ശിലയിൽ ശില്പം വരയ്ക്കുമ്പോൾ ഗണപതിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഇതു കണ്ട പെരുന്തച്ചൻ ഗണപതിയെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന ആവശ്യം മുന്നോട്ടുവച്ചു. പക്ഷേ മുഖ്യപുരോഹിതൻ ഇത് നിരാകരിച്ചു. കാരണം അത് ശിവക്ഷേത്രം മാത്രമായിരിക്കണം എന്ന് അവർ വിശ്വസിച്ചു. നിരാശനായ പെരുന്തച്ചൻ അടുത്ത കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. അവിടത്തെ പൂജാരിയോട് ഗണപതിയെ പ്രതിഷ്ഠിക്കാൻ അഭ്യർത്ഥിച്ചപ്പോൾ പൂജാരി സമ്മതിച്ചു. ശിവകുടുംബത്തെ സമ്പൂർണമാക്കുന്നതിന് ശിവൻ, പാർവതി, ഗംഗ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നിവരോടൊപ്പം തെക്കുകിഴക്കായി ഗണപതിയെയും പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠയ്ക്ക് ശേഷം പൂജാരി ഗണപതിക്ക് ആദ്യ നിവേദ്യമായി ഉണ്ണിയപ്പം സമർപ്പിച്ചു. അപ്പോൾ പെരുന്തച്ചൻ പറഞ്ഞ പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു. അച്ഛനാണ് പ്രധാനം എങ്കിലും മകൻ പ്രശസ്തനാകും. ഇത് സാങ്കേതികമായ ഗണപതിയുടെ പ്രാധാന്യവും മഹത്വവും സൂചിപ്പിച്ചു. ഇന്നും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമായി ഉണ്ണിയപ്പം പ്രശസ്തമാണ്. ക്ഷേത്രം അതിന്റെ മഹിമയിലും സമ്പ്രദായത്തിലും ലോകമെമ്പാടും ശ്രദ്ധേയമായി.